ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മോട്ട് ആറ്റ് റീഡിംഗ് ബൈ അമ്മോ. സോ ഇത് നമ്മുടെ റീഡിംഗ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് എനർജി ചെക്ക് ഓഫ് യർ പേഴ്സൺ എന്നുള്ളതാണ്. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നമുക്ക് റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കും. ഓക്കെ, ഒരു ലോട്ട് ഓഫ് കാർഡ്സ് കം ഔട്ട്. ഇത്രയും കാർഡ് നമുക്ക് ആവശ്യമില്ല. വി ഹാവ് ദ 10 of cups as a reverse, Queen of Wands, the Death Rebirth card, Scorpion energy. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് ഒരു ബ്ലോക്കേജ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വ്യക്തിക്ക് മാറ്റാവുന്ന ബ്ലോക്കേജ് ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ, ഒരു തീരുമാനവും എടുക്കാതെ ഒരു ഹാങ്ക്ഡ് മാൻ എനർജിയിലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്ന് പറയുന്നത് വ്യക്തിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഒന്നിലും കമ്മിറ്റ്മെൻറ്റ് തരാതെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് വ്യക്തിയുടെ മൈൻഡിലുള്ളത്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ വ്യക്തി സ്റ്റക്കഡാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് കാർഡ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ 10 of cups എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്. ഒരു ഫാമിലീനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഒരു ഫാമിലിയോടെ ചിന്തിക്കുന്ന ഒരു കാർഡാണ്, ഫാമിലിയെ കാണിക്കുന്ന ഒരു കാർഡാണ്. അത് റിവേഴ്സാണ് കാണിച്ചത്. ഓക്കെ, നമുക്ക് 9 of swords, ദ പേസ് ഓഫ്. ഇവിടെ സിറ്റുവേഷനിൽ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഓക്കെ, ഇത് 10 of cups ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാം എന്നുള്ള രീതിയിലാണ്. എടുത്ത് ചാടിയ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇവിടെ നമുക്ക് 10 of cups റിവേഴ്സും അപ്രൈറ്റും കിട്ടിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി വരട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം യാത്ര വ്യക്തിക്ക് നിങ്ങൾ ഇട്ടേച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഈ ഒരു സൈക്കിൾ തുടരും. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ്, കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ്, കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, ഈ ഒരു സൈക്കിൾ തന്നെ റിപ്പീറ്റ് അടിച്ച് പോകാനാണ് കൂടുതലായിട്ടും ചാൻസ് കൂടുതൽ. അതായത് വ്യക്തി ഇപ്പോഴും നിങ്ങളെ എത്ര തന്നെ കോണ്ടാക്റ്റ് ആണ്, ലെസ് കോണ്ടാക്റ്റ് ആണ്, എന്ത് തന്നെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ എനർജിയുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ പോലെ എന്തും വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തതാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചാലും, ഈ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ബ്രേക്കപ്പായി പോയാൽ പോലും നിങ്ങളിൽ ഒരുവരുടെ എനർജി നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ഒരാളെ ആക്ഷൻ എടുക്കാതെ ഈ ഒരു സിറ്റുവേഷനിൽ ആക്ഷൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നുണ്ടാകാം. കാരണം ഇവിടെ നിങ്ങൾക്കായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കാരണം ചെയ്യേണ്ടത് നിങ്ങൾ 101% എന്നുള്ള പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു എൻഡപ്പൊന്നും ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബ്രേക്കപ്പ് ഒന്നും അല്ല. പെട്ടെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ദേഷ്യത്തോടെയും, മറ്റൊരാളെന്ന് പറയുന്നത് വളരെ കാമായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു എനർജിയുമായിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെങ്കിൽ വിചാരിക്കുകയാണ് എത്ര തന്നെ അവസരമില്ല, വാതിൽ കൊട്ടി അടച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം വ്യക്തികളുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില റിയലൈസേഷൻ പീരീഡിലൂടെ വ്യക്തി കടന്നു പോകുന്നത്. ഒരു ഒത്തുതീർപ്പൊക്കെ വേണമെന്നൊക്കെ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വാലിറ്റീനോട് അടുത്ത് നിൽക്കുന്ന ഒരു കണക്ഷനാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർത്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള എനർജിയിലാണ് വ്യക്തിയുടെ എനർജി ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനും പറ്റില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് പണ്ടത്തെ മാതിരിയുള്ളതല്ല. പണ്ട് ആ ഒരു വ്യക്തി എന്ത് പറയുമ്പോഴും അതൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ ആകാം. എന്നാൽ പോകെ പോകെ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സിൽ കൊണ്ട് കാണിച്ച് തന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സത്യം എന്നും, അല്ലെങ്കിൽ എന്താണ് കളവ് എന്നുള്ളതും ഒക്കെ ആ ഒരു വ്യക്തി തന്നെ ഒരു ബോർഡർ ലൈനിൽ വെച്ചിട്ടുണ്ടാകാം ചിലപ്പം. കാരണം വെച്ചാൽ പറയുന്നതൊക്കെ കള്ളായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ പറയുന്നത് പ്രവൃത്തിയായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞ് ഒരുപാട്, അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ഈ ഒരു ലാസ്റ്റ് നിമിഷം പോലും ശ്രമിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്.
ചിലവരെ സംബന്ധിച്ചെന്ന് പറയുന്നത് വ്യക്തി എത്ര ജെന്യൂൻ ആണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നാലും ഒരു പോയിന്റിൽ ഒരു ഫ്ലേട്ടിങ് എനർജി പോലെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാത്ത അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പതിയെ പതിയെ മെല്ലനെ ബാക്ക് അടിക്കുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ മൈൻഡിലുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെങ്കിൽ ഇവിടെ ഒരുപാട് ബ്ലോക്കേജ് വ്യക്തിയുടെ മൈൻഡിലുണ്ട്. അല്ലെങ്കിൽ ഒരു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്കിപ്പോൾ നേരാവണം എന്നല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പറ്റിയൊരു ജോബ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ കാസ്റ്റ് ഫാക്ടർ ഉണ്ടാകാം, റിലീജിയസ് ഫാക്ടർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏജ് ഫാക്ടർ വരെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് പേര് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരിക്കുകയാണ് ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പോസിബിളൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്രേക്കൊക്കെ എടുത്ത ഒരു രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീഡിങ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. ഹാങ്ഡ് മാൻ, ദ ഫാമിലി, ഇതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റെബിലിറ്റീനെ കാണിക്കുന്ന കാർഡാണ്. പക്ഷേ നോർമൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല, കൊണ്ടുപോകുന്നതിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകും. പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്തതെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പാസ്റ്റിൽ ചിലപ്പം ഈ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കാൾ മുന്നേ ഈ ഒരു വ്യക്തിക്ക് വേറൊരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുശേഷം വന്ന ഒരു പേഴ്സൺ, എല്ലാവർക്കും അല്ല കുറച്ച് പേരെ സംബന്ധിച്ച് ചിലപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തിയെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത് വളരെയധികം കൂടുതലായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഓർക്കേണ്ടതുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് വ്യക്തിയുടെ തീരുമാനം. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എത്രത്തോളം പോകുന്നു എന്നുള്ള രീതിയിൽ നോക്കാം. അത്ര വരെ കമ്മിറ്റായി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലെങ്കിലും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മോഡിലെങ്കിലും പോയിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും കാർഡ്സ് നമുക്ക് ആവശ്യമില്ല. ഫീലിങ്സ് ഉണ്ടെന്നറിയാം, പക്ഷെ നല്ലത് മതി. ഓരോരോ കാർഡ്സ്. വി ഹാവ് ദ വേൾഡ് കാർഡ്, ദ 2 of cups, ഓക്കെ, ദ 4 of cups, the hermit card, the chariot card as the bottom of the deck. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള തീരുമാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പാസ്റ്റിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയത് ഒരു പോയിന്റിൽ നിങ്ങളാണ് എന്നുള്ള രീതിയിൽ വ്യക്തിക്ക് അറിയാം. അതുപോലെ തന്നെ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളാണെന്നൊക്കെ വ്യക്തിക്ക് അറിയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ വ്യക്തിക്ക് കിട്ടുമെങ്കിലോ എന്നുള്ള രീതിയിലാണ് കുറേ പേര് തേർഡ് പാർട്ടിയിലേക്ക് ഒരു എത്തിനോട്ടം നോക്കിയത്. പക്ഷെ ആ പോയപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെയും ചാടി ഇവിടെയും ചാടി അതിൽ നിന്ന് നടുക്ക് നിന്നിട്ട് ഏതാണോ നല്ലതെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആദ്യം വിചാരിച്ചിരുന്നു. എന്നാൽ പോകെ ചില സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ സമയത്ത് നിങ്ങളായിട്ട് തന്നെ അതിനൊരു ഡിസ്റ്റൻസ് ഇതാക്കി. കാരണം വ്യക്തി ട്രാൻസ്ഫോം ചെയ്ത് വരണം, അതിന് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ. അത് ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ദ 4 of cups ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെയാണ് വ്യക്തി ഏതൊരു വ്യക്തിയിലേക്കും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോരോ വ്യക്തികളിലും നിങ്ങളെയാണ് കരുതുന്നത്, നിങ്ങളെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഒരിക്കലും വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ പകരം വെക്കാൻ വേറെ ആരുമില്ല, നിങ്ങൾ തന്നെയാണ് വ്യക്തിക്ക് കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ്. നമ്മളല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ, നല്ലത് കിട്ടുമ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണോ അല്ലെ വേണ്ടത് അതിന് പിന്നാലെ പോകും. ലാസ്റ്റോ അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യും. ആ ഒരു രീതിയിലൊക്കെയാണ് വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം പോകുന്നത്. നിങ്ങളും വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയും വേണം. എന്നിട്ട് നോക്കാം. അല്ലെങ്കിൽ പോകെ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ദൂരം ഇനിയുമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി മാരേജൊക്കെ കഴിഞ്ഞ വ്യക്തികളാണ് ഈ ഒരു പേഴ്സണുമായിട്ട് മാരേജ് ചെയ്തു അല്ലെങ്കിൽ ഇതിട്ടൊരു ഡിസ്റ്റൻസ് വന്നാൽ വളരെയധികം ആദ്യം നല്ലൊരു നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. എന്നാൽ പോകെ എന്താണ് വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങളായി തെറ്റുകാരൻ, നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങൾ ഇങ്ങനെ
അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറയുന്നതിനൊക്കെ നിങ്ങളാണ് കുറ്റക്കാർ എന്നുള്ള എനർജി. ഇപ്പോൾ വ്യക്തിക്ക് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ചിന്തിക്കുകയാണ്, പക്ഷേ ഒരു ആക്ഷൻ ഇല്ല. അതാണ് മെയിനായിട്ട് വ്യക്തിയെക്കുറിച്ച്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊന്നും കൂടി റീകണക്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പായി വരട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ, വി ഹാവ് ദ കിങ് ഓഫ് സോഡ്. ആദ്യം വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പേഴ്സണാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സ്റ്റാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോയി എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റുവേഷനിൽ വ്യക്തിയോട് പലർക്കും ദേഷ്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ദ ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ വ്യക്തി ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഇനി വേണ്ട എന്ന് കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്തു പോകുന്നവരുണ്ട്. എന്നാൽ വ്യക്തിയുടെ പ്രവൃത്തിയോട് ദേഷ്യവും, എന്നാൽ തിരിച്ചു വരുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ലെറ്റ് ഗോ ചെയ്ത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്തെങ്കിലും സിറ്റുവേഷൻ വിട്ട് വരികയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് എന്ന് പറയുന്നത്, എനിക്ക് ആ ഒരു വ്യക്തി സ്റ്റാറാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഒരുപാട് പേര്. അല്ലെങ്കിൽ എത്ര തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെയുള്ളവർ നോക്കുന്നത് അവർക്കൊരു ചേഞ്ച് ചെയ്ത് അവരിങ്ങോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആ ഒരു വ്യക്തി വരുന്ന എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്തു പോകാനും, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വേഴ്സ് ലെറ്റ് ഗോ ചെയ്ത് അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടൈം ലിമിറ്റിൽ യൂണിവേഴ്സിലാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ്. ഇവിടെ ഒരുപാട് പേർക്ക് ഹീലിംഗ് ജേർണി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചില തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു സമയം മാറിയിട്ടുള്ളത് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ, എത്ര തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ നെഗറ്റീവായിട്ട് ട്രീറ്റ് ചെയ്താലും ഇനി എനിക്ക് ആ ഒരു വ്യക്തിനെ വേണ്ട, കംപ്ലീറ്റായിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വീണ്ടും ആ ഒരു അബദ്ധത്തിലേക്ക് ചാടാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിൽ വളരെ നല്ല കാര്യമാണ്. ഒരാൾക്ക് തെറ്റൊക്കെ പറ്റുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല അല്ല. തെറ്റ് പറ്റുമ്പോൾ അത് അംഗീകരിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ഒരു നല്ല കാര്യം അല്ലേ. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ ഒരു ടൈമിൽ, അപ്കമ്മിങ് ഗൈഡൻസ്. ഓക്കെ, ഒരുപാട് ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇതിൽ തന്നെ സ്റ്റെപ്പ്ഡായിട്ട് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻ, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ കൈൻഡ് സോൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പലരും വേറൊരു വ്യക്തിയുടെ എന്ന് പറയുന്നത് ഒരു ഡ്രീം ഗേൾ അല്ലെങ്കിൽ ഡ്രീം ബോയ് അങ്ങനെ ആവാം. അത്രയും ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള വ്യക്തികളാണ് എൻ്റെ ഈ റീഡിങ് കാണുന്നത്. വെറുതെ സോപ്പിടുകയൊന്നുമല്ല, ഞാൻ കാണുന്നത് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലെടുക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് ടൈം എടുത്ത് ചിന്തിക്കുക. ഏതൊരു പേഴ്സണിലേക്ക് പോവുകയാണെങ്കിലും, ഏതൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ 2 വട്ടം ചിന്തിക്കുക, ടൈം എടുത്ത് ചിന്തിച്ച് പോയാൽ മതി. റഷ് ചെയ്തൊരു സിറ്റുവേഷനിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഡബിൾ മൈൻഡൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്? കാരണം ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, എന്തിൻ്റെ ബേസിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. അവിടെ നിങ്ങൾക്കൊരു പുതിയൊരു ബിഗിനിങ് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഹീലിംഗ് ടൈമാണ് നിങ്ങളുടെ പലരെ സംബന്ധിച്ച്. ഇതുവരെ കുറേ ആൾക്കാർ കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു ചക്ര ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഡബിൾ മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡബിൾ മൈൻഡ്, അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള ആ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചിന്തിച്ച് ഒരു സിറ്റുവേഷനിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ നിങ്ങൾക്ക് പോസിബിളാണ് പലരെയും സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.